ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ ടെസ്റ്റ് ഓട്ടോ സിമുലേറ്റർ. ഗൈസ്, ഇത് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു അടിപൊളി കാർ വാങ്ങിക്കാൻ പോവാണ്. അത് നമ്മുടെ ഫസ്റ്റ്. ഇത് നമ്മുടെ ബെഡ്റൂമൊക്കെയാണ് ഗൈസ്. ബെഡ്റൂമല്ല, ഹാളർ ഗൈസ്. ചുമ്മാ എനിക്ക് എൻ്റെ വീടിനെ പറ്റി ഇപ്പോൾ ഒരു ചിന്തയില്ല. ഞാനിപ്പോഴേ വേറെ ഒരുത്തൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഗൈസ്. അതാണ് നമുക്ക് നമ്മുടെ ഇത് ഏതാ വണ്ടിയെന്ന് അറിയാം, റോയൽ എൻഫീൽഡ് ഏത് വണ്ടിയാണെന്ന് തോന്നുന്നത്. എനിക്ക് വണ്ടിയുടെ ഫുൾ നെയിം അറിയില്ല, എന്തോ ഞാൻ പറയണത്. നമ്മൾ ഫസ്റ്റ് ഇതാണ് ഈ വണ്ടി, അടിപൊളി വണ്ടിയല്ലേ. നമുക്ക് നേരെ കാർ ഷോറൂമിലോട്ട് പോവാം. കാർ ഷോറൂമിൽ വരി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നുവെച്ചാൽ എൻ്റെ സിറ്റിയിലല്ലല്ലോ ഞാൻ ഇപ്പോൾ താമസിക്കണേ. അല്ല, എൻ്റെ സിറ്റിയിലാണ്. ഞാൻ ഇപ്പോഴില്ലേ ഒരു ലുട്ടാപ്പി എന്ന് പറയുന്നുണ്ട് ഗൈസ് എൻ്റെ സിറ്റിയിൽ. അവൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ താമസിക്കണേ. വീടാണ്. ഓക്കെ അല്ലേ? നമ്മൾ ആ വീട് വന്നിട്ടുണ്ട്. നമ്മുടെ കാർ ഷോറൂമിലെ വരി ഇങ്ങോട്ടാണ്, എന്നിട്ട് നേരെ ലെഫ്റ്റ് എടുക്കും ഗൈസ്. അതാണ് കാർ ഷോറൂമിലെ വരി. എനിക്ക് കറക്റ്റായിട്ട് കാർ ഷോറൂമിലെ വരി അറിയാം, എങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. ഈ കാർ ഷോറൂമിൻ്റെ ഫോട്ടോ വെച്ച് നോക്കിയാൽ മാപ്പിൽ നോക്കിയപ്പോൾ അങ്ങനെ കണ്ട ഗൈസ്. അങ്ങനെ പറഞ്ഞാണ്. ഉയ്യോ, പൂടി ഓർത്തേണ്ട, പൊടി കയറട പൂരമായി. അയ്യോ ഗൈസ്, സ്പാർക്ക് ഉണ്ടായി, ഇടിച്ച്. കുഴപ്പമില്ല, ഞാൻ നന്നാക്കിക്കോളാം. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടതെന്നറിയില്ല. നമ്മളങ്ങനെ എനിക്ക് ഈ ഗെയിമിൻ്റെ ഏറ്റവും നല്ല കാര്യം ഉണ്ടെന്ന് തോന്നിയില്ലേ. പക്ഷേ ഇതിൽ നമ്മളിങ്ങനെ ബൈക്കിൽ കയറുമ്പോൾ ഒരു ആനിമേഷൻ പോലെ ഇല്ലേ, ഇങ്ങനെ ഇഞ്ചിൻ പ്രശ്നം ഇല്ലാത്തൊരു ഇതാണ് ഇതിലുള്ള. ഇതിൽ കയറാൻ പറ്റില്ല. നമുക്കിവിടെ ഞാനിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോർച്യൂണർ പോലത്തെ വണ്ടിയില്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ കണ്ട പോലത്തെ അങ്ങനത്തെ വണ്ടി എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വണ്ടി ഒരു വണ്ടി കണ്ടില്ലേ ഗൈസ്, ആ വണ്ടിയാണ് ഈ വണ്ടി. നമുക്ക് ഈ വണ്ടി എടുക്കാം ഗൈസ്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുറകിൽ പോയിട്ട് ഡെലിവറി എടുക്കണം ഗൈസ്. അതാണ് ഞാനോ നമ്മുടെ പുതിയ കാർ ഷോറൂമല്ലേ ഗൈസ്. അതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മുടെ ഡെലിവറി പോയി എടുക്കാം. ഡെലിവറി എടുക്കട്ടെ. അണ്ണൻ വന്നിട്ടേൺ കേട്ടോ ഗൈസ്. അവിടെ കാറിന് ഒരുപാട് സെലിബ്രേറ്റൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഇതൊന്നും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് സ്ട്രോങ് 3D ഇല്ല. ഉണ്ടോ, ഇങ്ങനെ ആനിമേഷൻ ഉണ്ട്. അവിടെ സ്വിച്ചൊക്കെ കാണാണ്ടാവും. വണ്ടി അധികം ഓടിക്കാറിയില്ല. ഞാൻ പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ പണി പോകാൻ സാധ്യതയില്ല. ആണ് ഗൈസ്, പണി പോകാൻ സാധ്യതയില്ല ഗൈസ്. വണ്ടിക്ക് പോകുകയില്ല, നല്ല കണ്ടീഷൻ ഇല്ലെന്ന് തോന്നുന്നു. കണ്ടീഷനില്ല ഗൈസ്. ഇത് നമ്മുടെ വണ്ടി നമ്മുടെ വീട്ടിലെ ഗ്യാരേജിലോട്ട് കൊണ്ടുപോയി വെച്ചിട്ട് വരാം. വീട്ടിലെ വരി കറക്റ്റായിട്ട് ഞാൻ പോകണമെന്ന് എനിക്കറിയില്ല. നമ്മൾ വന്ന വരിയായിട്ട് ഞാൻ റിട്ടേൺ എടുത്തിട്ട് പോകണം ഗൈസ്. ഇനി റൈറ്റ് അല്ലായിരുന്നു? റൈറ്റാന്ന് തോന്നണം ഗൈസ്. റൈറ്റ് അല്ല ഇനി റൈറ്റ് വരിയുണ്ടല്ലേ, റൈറ്റിലാണ്. ഇതാണ് നമ്മുടെ ഗൈസ് വീട്. നമ്മുടെ വീട് അതാട്ടോ, ഒരറ്റത്ത് ഇങ്ങനെ നല്ല കൊച്ചാണല്ലേ, അതാണ് നമ്മുടെ വീട്. നമ്മുടെ വീട് എത്തി. എടാ തുറക്കണ ഗേറ്റ്. തന്നിട്ടുണ്ട് ഗൈസ്. ഒരു മോഹനം ഉണ്ട് ഈ ഗെയിമിൽ. ഇപ്പോൾ ഇറങ്ങാനില്ല, ഇതിന് നിർത്തിയിട്ടിട്ട് നമുക്ക് നേരെ ഗ്യാരേജിലോട്ട് കൊണ്ടുപോകാം ഗൈസ്. ഇവിടെ ഇടണോ വണ്ടി? പുതിയതായിട്ടെടുത്ത വണ്ടിയാണ്, 1 ലക്ഷത്തിൻ്റെ വണ്ടിയില്ലേ. കാരണം നമുക്ക് ഇവിടെ ഇടാം. ഇതെൻ്റെ പണ്ടത്തെ കൊച്ചുകാലത്ത് ഞാൻ ഓടിച്ചോടുന്ന സൈക്കിളാണ് ഗൈസ്. ആ സൈക്കിൾ ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്, ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല. നമുക്ക് നേരെ റൂം നമ്മുടെ ഇല്ലേ ഇപ്പോൾ സ്ഥലം വരെ പോകണം. എനിക്കില്ലേ എങ്ങനെയെങ്കിലും ഇല്ലേ ഒരു പാൻഡിലോറി ഒപ്പിച്ചിട്ടില്ലേ പാർക്കിൽ കൊണ്ടുപോയിടണം ഗൈസ്. എന്നിട്ട് ഇത്തിരി ഗെയിമിൽ എന്തൊക്കെ ടൂൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഈ പട്ടി എങ്ങനെ എണീപ്പിക്കും ഗൈസ്. ഞാൻ ഓളിയും കൂട്ടിയെന്ന് പറയാം. ഇതിൽ നല്ല ശബ്ദമുണ്ടോ? പക്ഷേ ശബ്ദം എനിക്ക് വന്നില്ല ഗൈസ്. നടക്കുന്ന ശബ്ദമൊന്നും കേൾക്കാനില്ല ഗെയിമിൽ. അതുകൊണ്ട് നമ്മുടെ കൂടെ പട്ടിയും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏത് സാധനം എടുത്തോണ്ടാണ് പോണേന്നായിരിക്കും. ഞാനിപ്പോൾ ഹെലികോപ്റ്റർ എടുത്തോണ്ടാണ് ഗൈസ് പോണത്. നമ്മുടെ വീടിൻ്റെ ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഈ ഗെയിമിൽ അപ്ഡേറ്റ് വന്നതാണ് ഗൈസ്. കാരണം ഇപ്പോൾ ഇവിടെ മേളിലില്ലേ ഹെലികോപ്റ്ററൊക്കെ വന്നിട്ടുണ്ട് മേളിൽ.
അത് അപ്ഡേറ്റ് വന്നപ്പോഴാണ് അപ്ഡേറ്റിന് മുമ്പേ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അപ്ഡേറ്റ് വന്നപ്പോൾ വന്നെന്നാണ് ഞാനിപ്പോൾ കേട്ടത്. അതാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത് അപ്ഡേറ്റ് വന്നിട്ടാണെന്ന്. ടാസ്ക് വന്നിട്ടുണ്ട് ഗൈസ്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ പാണ്ടിലോറി എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു പാർക്കുണ്ട് ഗൈസ്. മറ്റേ പിള്ളേരൊക്കെ കളിക്കുന്ന ആ പാർക്കല്ല, മറ്റേ പാർക്കില്ലേ, ചുമ്മാ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഇരുന്നൊക്കെ സംസാരിക്കാനൊക്കെ പറ്റണ കാട് പോലത്തെ ഒക്കെ പാർക്കില്ലേ, ആ പാർക്കാണ് ഗൈസ്. ആ പാർക്കാണുള്ളത്. അങ്ങോട്ട് പോയി പാണ്ടിലോറി നോക്കണം. അവിടെ ഹെലികോപ്റ്റർ എടുത്തോട്ട് പോകാം ഗൈസ്. ആ പുതിയ വണ്ടി എടുക്കാത്തതെന്ന് വെച്ചാൽ ആരെങ്കിലും മോഷ്ടിക്കാണ്ടിരിക്കാനാണ് ഗ്യാരേജ് വെച്ചത്. പിന്നെ എടുത്തുകൊണ്ട് ഞാൻ പാണ്ടിലോറി എടുക്കുമല്ലോ, അന്നേരം ആ വണ്ടി അവിടെ റോട്ടിലാവില്ല ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഹെലികോപ്റ്റർ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ഇത് എന്തൊരു പാടാണ് ഈ ഹെലികോപ്റ്റർ അടിക്കാൻ. ഞാൻ വളയ്ക്കുന്നുണ്ട്, പക്ഷെ വളയുന്ന പോലുമില്ല. ബാക്കിലോട്ടൊക്കെ പോണ്. ഒന്നും വളയോ ഹെലികോപ്റ്ററെ? ഇന്ത്യൻ ബസ് പോലും ഇത്രയും പാടില്ല ഗൈസ്. എന്തൊരു പാടാ, എനിക്ക് ഓടിക്കാനേ പറ്റണില്ല. പക്ഷേ ഇല്ല, ഈ ഗെയിമിലൊരു കുഴപ്പമെന്നു വെച്ചാൽ ഇതിൽ ചീക്കോട് വെച്ചിട്ട് വർക്കാവില്ല ഗൈസ്. അതാണ് ഈ ഗെയിമിൽ കുഴപ്പം. ഞാൻ ലാസ്റ്റത്തെ കാണിച്ചു തരാം ഒരു ഗ്ലിച്ച്. ആ ഗ്ലിച്ച് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല. ആ ഗ്ലിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. ആ ഗ്ലിച്ച് ഇപ്പം തന്നെ സാധാരണ നമ്മൾ ഒരു ഗെയിമിൽ ചീക്കോട് അടിക്കുകയാണെങ്കിൽ വണ്ടി വരും. ഇത്രയും ബാക്കി ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ തന്നെ എനിക്ക് ചോദിച്ചാൽ കിട്ടും. അവിടെ പാണ്ടിലോറി വരുന്നുണ്ട് ഗൈസ്. പാണ്ടിലോറി വരുന്നുണ്ട് ഗൈസ്. ഞാൻ കണ്ട് ദൂരെ നിന്ന് ഏതൊരു പാണ്ടിലോറി വരുന്നുണ്ട് ഗൈസ്. ഞാൻ കണ്ട് ഏതൊരു പാണ്ടിലോറി വരുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് ആയിരിക്കും, എന്തോ സൗണ്ട് പോലെ തോന്നുന്നത്. അയ്യോ, ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഏട്ടനാടാ വണ്ടി വേണം, ഇറങ്ങാ പുറത്ത്. എൻ്റെ അമ്മച്ചേ, എൻ്റെ തലയടിച്ച് പോയേ. ഐസഡിൽ ട്രക്കല്ലേ. നമ്മളെ മിഷൻ ശരിക്കും കംപ്ലീറ്റ് ചെയ്യാം. നേരെ നമ്മുടെ പാർക്കിലോട്ട് പോവാം. പാർക്കിലോട്ടുള്ള വരി ഏതാണ് ഗൈസ്? വരിയ മനസ്സിലാവുന്ന വരിയ എനിക്ക് മനസ്സിലാവില്ല ഗൈസ്. വരി എനിക്ക് നമുക്കില്ലേ മറ്റേ വ്യൂ ഇടാം ഗൈസ്. ലോറി മൊത്തത്തിലിടണം. ആ വ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ എന്നിട്ട് പോവാം. നമുക്ക് നേരെ പാർക്കിലോട്ട് വേണം ഗൈസ്. പാർക്കിലോട്ടാണ് ചുമ ഗൈസ്. ഈ പാണ്ടിലോട്ട് ഇടിക്കുമ്പോൾ പുക എൻ്റെ അകത്തോട്ട് ഞാൻ ചില്ല് നിറച്ചിട്ടോ ചില്ലടഞ്ഞ്. ഇനി നമുക്ക് നേരെ പാർക്കിലോട്ട് വിടാം. ലെറ്റ്സ് ഗോ. നമ്മുടെ വീഡിയോ ഇത്തിരി കട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആരും പ്രതീക്ഷിക്കേണ്ട. ഈ വീഡിയോ ഞാൻ ചെയ്തേക്കണ കട്ടൊന്നും ചെയ്യാണ്ടാണ്. ഇവിടെ ഫുള്ളും ഒറ്റ ഇതിൽ തന്നെയാണ് ചെയ്തിരിക്കണേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഗ്ലിച്ച് ഞാൻ ഇപ്പോൾ കാണിക്കാം ഗൈസ്. നിങ്ങൾ നോക്കിയിരുന്നോ, ഞാൻ പറയത്തില്ല. ഞാനിപ്പോൾ ആ ഗ്ലിച്ച് പറയാം ഗൈസ്. ഇതിലല്ലേ ഒരു ചീക്കോട് നോക്കിയിട്ട് നമ്മൾ ഫോണിൽ വന്ന് അടിക്കുമ്പോൾ ചീക്കോട് വരണം. പക്ഷേ ഇതിൽ ചീക്കോട് വരത്തില്ല. ആ തെളിവ് ഞാൻ കാണിച്ചു തരാം. ഗൈസ്. ഇത് നമ്മുടെ ഇതിലുള്ള ഗെയിംസൊക്കെയാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ സാധനം. ഫസ്റ്റ് ഒരു നല്ല സ്ഥലം നോക്കിയിരിക്കട്ടെ. ഇതാണ് നമ്മുടെ ക്യാരക്ടർ. ഇതിൽ ഞാൻ ആ തോർത്ത് കടിച്ച് പറ്റിയ വേഗം ഫോൺ, അല്ലെങ്കിൽ നമുക്ക് അറ്റത്ത് പോയിട്ട് ഫോൺ എടുക്കാം ഗൈസ്. അറ്റത്ത് പോയിട്ട് ഫോൺ 201. ആ ചീക്കോട് ഞാൻ ഇപ്പോൾ അടിച്ച് കാണിച്ചു തരാം. അന്നേരം വരില്ലാന്ന് നിങ്ങൾ നോക്കിക്കോട്ടോ. ഫോൺ എടുത്തോടാം, വലിയ ഫോൺ എടുക്കണം. പിന്നെ എന്ത് കാണിക്കണം? 2 അടിച്ചു, പിന്നെ 0 അടിച്ചു, 1 അടിച്ചു. ഇപ്പോൾ വരുമെന്ന് വിചാരിക്കും, പക്ഷെ നിങ്ങൾ നോക്കിക്കോ, വരത്തില്ല ഗൈസ്, വരത്തില്ല. ഏത് ചീക്കോട് വെച്ചാലും വരത്തില്ല. കണ്ട, ചുമ്മാ കോളി പിടിച്ചേക്കത്, ചുമ്മാ കോളാവും. ഒരു ഉപയോഗമില്ല ഈ ഗെയിമിലെ ഫോണ്. സത്യം ഗൈസ്, ഒരു ഉപയോഗമില്ല ഈ ഗെയിമിലെ ഫോണ്. നമുക്ക് നമ്മുടെ പുറകിൽ വല്ലതും ഉണ്ടാവുമോ ഗൈസ്? നമ്മൾ ജമ്പ് അടിച്ചപ്പോൾ ഇങ്ങനെ എത്ര ഹൈറ്റിൽ പോയ. എടാ ഫോൺ എടുത്ത് വെക്ക്. പുറകിലില്ല ഗൈസ്, പുറകിലും വന്നിട്ടില്ല. നമ്മുടെ വീഡിയോ ഇത്ര